വെള്ളാപ്പള്ളി നടേശന്റെ ഈ അടുത്ത കാലത്ത് വന്ന ചില വിവാദ പ്രസ്താവനകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ കേരളീയം എന്ന വെബ് മാഗസിൻ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ SNDP നേതാവായ വെള്ളാപ്പള്ളി നടേശൻ വെറും 255 ദിവസത്തിനുള്ളിൽ ഏകദേശം 60 വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് എന്നാണ്. ഇത് ശരിക്കും കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു. ഇതിലെ 3 പ്രധാന പോയിന്റുകൾ നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. ഒന്നാമതായി, അദ്ദേഹം പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയെയും മുസ്ലിം ലീഗിനെയുമാണ്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യം പോലെയാണെന്നും പിന്നാക്ക വിഭാഗക്കാർക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ലെന്നും അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. പോരാത്തതിന് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്നും കേരളത്തിലൊരു മതരാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഈഴവ സമുദായത്തിന് വലിയ രീതിയിലുള്ള അവഗണന നേരിടുന്നു എന്ന വാദമാണ്. അതെങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ആനുകൂല്യങ്ങളുമൊക്കെ ന്യൂനപക്ഷങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഈഴവർക്കാകെ കിട്ടുന്നത് തൊഴിലുറപ്പ് പദ്ധതി മാത്രമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പരാതി. അവസാനമായി, തൻ്റെ പ്രസ്താവനകളെ ന്യായീകരിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതായത്, താനൊരു മുസ്ലിം വിരോധിയല്ല, സമൂഹത്തിലെ അനീതികൾക്കെതിരെ സംസാരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു. തൻ്റെ വാക്കുകളെ പലരും വളച്ചൊടിക്കുകയാണെന്നും മുൻപ് മുസ്ലിം സമുദായത്തെ സഹായിച്ച ആളാണ് താനെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, സാമൂഹ്യനീതിയുടെ പേര് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രചരണമായിട്ടാണ് ഈ പ്രസ്താവനകളെ കാണാൻ കഴിയുന്നത്.